ഹലോ ഫ്രണ്ട്സ്, ഞങ്ങളുടെ പീപ്പിൾ ചാമ്പ്യൻ ഇവൻ്റ് ഞങ്ങൾ നടത്തിയത് തേക്കടിയിലേക്കായിരുന്നു കേട്ടോ. സോ തേക്കടിയിലേക്കുള്ള യാത്രയും തേക്കടിയിൽ ഞങ്ങൾ സ്റ്റേ ചെയ്ത റിസോർട്ടിലെ കാഴ്ചകളും തേക്കടി ബോട്ടിങ്ങിലെ കാഴ്ചകളുമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ സ്റ്റേ ട്യൂൺ. മഞ്ഞക്കിളിയുടെ സോ അങ്ങനെ നമ്മൾ ടോപ്പ് ട്രീ റിസോർട്ടിലെത്തിയിരിക്കുകയാണ്. നമുക്കിനി ടോപ്പ് ട്രീ റിസോർട്ടിൽ കാഴ്ച എന്തൊക്കെയാണ് നോക്കാം. എല്ലാവരും ലഗേജൊക്കെ എടുത്ത് റിസോർട്ടിലേക്ക് പോകുന്നത് ചെക്കിനാണ് റൂമിൽ. അതിനുശേഷം നമുക്ക് ബോട്ടിങ് ചെയ്യണം, തേക്കടിയിൽ ബോട്ടിങ്. അതിനുശേഷം നമ്മൾ തിരിച്ചു വരും. ദെൻ ടുമോറോ മോർണിംഗിൽ ഒരു ജീപ്പ് സഫാരിയാണ്, ജീപ്പ് ട്രക്കിംഗ് ഉണ്ട്. അതാണ് നമുക്കിപ്പോൾ തേക്കടിയിലെ പ്ലാൻ. ബാക്കി കാര്യങ്ങളൊക്കെ വരുന്ന പോലെ പ്ലാൻ. ചിലപ്പോൾ വ്യൂ പോയിൻ്റാണ്, ചിലപ്പോൾ കമ്പന്തേനിയിലേക്ക് പോകും. തേക്കടിയിൽ നമ്മൾ സ്റ്റേ ചെയ്ത റിസോർട്ടിൻ്റെ പേര് ടോപ്പ് ട്രീ റിസോർട്ട് എന്നാണ്. ഞങ്ങൾ ഏകദേശം ഒരു 25 to 30 എംപ്ലോയീസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു റൂമിൽ ഒരു 3 to 4 എംപ്ലോയീസിനെ സ്റ്റേ ചെയ്യാവുന്ന രീതിയിൽ, ഷെയർ ചെയ്യാവുന്ന രീതിയിലാണ് നമ്മൾ റൂം എടുത്തിരിക്കുന്നത്. ചെക്ക് ഇൻ ഫോർമാലിറ്റീസ് ക്ലിയർ ചെയ്തതിന് ശേഷം ഓരോരുത്തരും അവരവർക്ക് അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന റൂമിലേക്ക് പോയി. ഞങ്ങൾക്കും റൂം കിട്ടി. ഞാൻ, രാകേഷ്, ചേതൻ, അങ്ങനെ ഞങ്ങൾ 3 പേരാണ് ഒരു റൂമിൽ. സോ നമ്മൾ റൂമിലേക്ക് പോവാണ്. 403 ആണ്, ഫസ്റ്റ് ഫ്ലോറിലാണെന്ന് പറയുന്നത്. സോ ലെറ്റ്സ് സീ. 03, yes. ഇതാണ് 403. ദർ ഇസ് എ ചെയർ, 2 ചെയറുണ്ട്.
ചെപ്പൽസ് എല്ലാം അതിനകത്ത് തന്നെ സൂക്ഷിക്കാം. പരങ്ങന്മാരുടെ ശല്യമുണ്ട്. റൂമിൽ കയറത്തില്ല, ജസ്റ്റ് വെളിയിലോട്ട് പോകുമ്പോൾ ആളില്ലാതിരിക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് മിഠായി കൊള്ളാം, നല്ല സൈസൊക്കെ ഉള്ള കോളാണ്. ലെഫ്റ്റ് സൈഡ് ടാപ്പാണ് ചൂടുവെള്ളം. പിന്നെ നമ്മൾ റെഡ് സ്റ്റിക്കർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ടാപ്പ് ഓപ്പൺ ചെയ്തതിൻ്റെ തണുത്ത വെള്ളം വേസ്റ്റായിരിക്കും ചൂടുവെള്ളമാണ്. എന്തെങ്കിലും കാലശം വരാതിരിക്കുകയാണെങ്കിൽ നമ്മളൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഇന്റർകോമിലുണ്ട് 510 റെസ്റ്റോറൻറ്റ് നമ്പർ 505 റിസപ്ഷൻ നമ്പർ. ഒന്ന് എഴുതിയിട്ടോ 510 അതാണ് ഉണ്ടാവോ? അങ്ങനെ തന്നെ മെൻഷൻ ചെയ്തു. ഓക്കെ ഓക്കെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ഓക്കെ ഓക്കെ. സോ ദിസ് ഈസ് അവർ റൂം. സൂപ്പർ ബെഡാണ്. അതിന് ഇരുവശം 2 ബെഡ് ലാംപ്സ് ഉണ്ട്. There is a furnitures. 2 ചെയർ ഇവിടെ ഉണ്ട്. ഒരലമാര. This one. Ash, ഇന്ന് എടുത്തോട്ടെ. And this is washroom. Disposal bags. Okay, Rash. So, നമ്മൾ ടോപ്പ് ട്രീ റിസോർട്ടിൽ വന്നു. സാധനങ്ങളൊക്കെ വെച്ചിട്ട് നേരെ തേക്കടിയിലെ ബോട്ടിങ്ങിലേക്ക് പോകണം. ബോട്ടിങ്ങിലെ കാഴ്ചകളൊന്നും അധികം ഞാൻ ഉൾക്കൊള്ളിക്കുന്നില്ല, കാരണം നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തതാണ്. എന്നാലും ബാക്കി ഉള്ള ആൾക്കാരൊന്നും തേക്കടിയിലെ ബോട്ടിംഗ് ഒന്നും എൻജോയ് ചെയ്തിട്ടില്ല. പലരും ഫസ്റ്റ് ടൈമാണ്. സോ അവർ ബോട്ടിങ്ങിൽ പോവാണ്, ഞാനും പോകുന്നുണ്ട് കൂടെ. പിന്നീട് ഞങ്ങൾ നാളെ മോർണിംഗിൽ ജീപ്പ് സഫാരി ഉണ്ട്, ജീപ്പ് ട്രക്കിംഗ് ഉണ്ട്. സോ ആ കാഴ്ചകളൊക്കെ ആയിരിക്കും പ്രധാനമായും ഞാൻ ഉൾക്കൊള്ളിക്കുക. ഇനി നമുക്ക് ചെറുതായിട്ട് ബോട്ടിങ്ങിലെ വീഡിയോ ഞാൻ ഉൾക്കൊള്ളിക്കും. സ്റ്റേറ്റ് പെരിയാർ ടൈഗർ റിസർവിന് വെളിയിൽ താമസിക്കുന്ന സഞ്ചാരികൾക്ക് പെരിയാർ ടൈഗർ റിസർവിലേക്കുള്ള എൻട്രി ഇവിടെയുള്ള ഈ ബസ്സുകളിൽ നിന്നാണ്. ഇവിടെ ഒരു ബസ് സ്റ്റേഷനുണ്ട്. പ്രത്യേകം ടിക്കറ്റ് എടുത്താൽ മാത്രമാണ് നമുക്ക് ഈ ബസ്സിൽ സഞ്ചരിക്കാൻ സാധിക്കുക. ബോട്ടിംഗ് ഏരിയ വരെ നമുക്ക് ഈ ബസ്സിൽ പോകാൻ സാധിക്കും. തിരിച്ചും ബോട്ടിംഗ് ഏരിയയിൽ നിന്ന് ഈ ബസ് സ്റ്റേഷനിലേക്ക് ബസ് സർവീസ് ഉണ്ട്. പെരിയാർ ടൈഗർ റിസർവിനുള്ളിലായിട്ട് KTDCക്ക് 3 റിസോർട്ടുകളുണ്ട്. അതിലൊന്ന് ലേക്ക് പാലസ്, രണ്ടാമത്തെ ആരണ്യ നിവാസ്, മൂന്നാമത്തെ പെരിയാർ ഹൗസ്. ഈ റിസോർട്ടുകളിൽ താമസിക്കുന്ന സഞ്ചാരികൾക്ക് ബോട്ടിംഗ് ഏരിയയിലേക്ക് വോക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ. ഇതിൽ പെരിയാർ ഹൗസിൽ ഞാൻ സ്റ്റേ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ തീർച്ചയായും ചാനൽ സന്ദർശിച്ച് അത് കാണാൻ ശ്രമിക്കുക. നമ്മളത് കിട്ടുവാടാ, കിട്ടുന്നുണ്ടോ? കറക്റ്റ് സമയത്ത് മഴ വന്നു. Getting 4, 5, 6, 7. പൊക്കത്തിലൊന്നും കിട്ടൂല. ഞങ്ങളുടെ ബോട്ടിംഗ് ഇവിടെ ആരംഭിക്കുകയാണ് കേട്ടോ. കഴിഞ്ഞ ഡിസംബറിൽ ഞാൻ തേക്കടി സന്ദർശിക്കുമ്പോൾ യാത്ര ചെയ്ത ബോട്ടാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ജലയാത്ര. അത് KTDCയുടെ ഓണർഷിപ്പിലുള്ള ബോട്ടാണ്. കഴിഞ്ഞ തവണ ഞങ്ങൾ ശരിക്കും ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു, കാരണം നമുക്ക് ഒരു മൃഗത്തെ പോലും കഴിഞ്ഞ തവണ കാണാൻ പറ്റിയിരുന്നില്ല. ഇപ്പോൾ നമ്മൾ തുടക്കത്തിൽ തന്നെ ഒരു കൂട്ടം മ്ലാവുകളെ കണ്ടു. ഇനി അങ്ങോട്ടും കൂടുതൽ മൃഗങ്ങളെ കാണാൻ പറ്റുമെന്ന പ്രതീക്ഷയിലാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഒരു കൂട്ടം കാട്ടുപോത്തുകളെയാണ് കേട്ടോ. കഴിഞ്ഞ തവണ വന്നപ്പോൾ നമ്മൾ ശരിക്കും ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു. ഒരു മൃഗത്തെയും നമുക്ക് കാണാൻ സാധിച്ചില്ല. ഇപ്പം നമ്മൾ ഒരു കൂട്ടം മ്ലാവുകളെയും കണ്ടു, ഇപ്പോൾ ഒരു കൂട്ടം കാട്ടുപോത്തുകളെയും കണ്ടു. ഇവിടെ 2 കാട്ടുപോത്തുകൾ മാറി നിൽക്കുകയാണ്. ആ കൂട്ടത്തിൽ പെട്ടവരല്ലെന്ന് തോന്നുന്നു. ഇവരെന്തായാലും മാറി നിന്നിട്ടാണ് പുല്ലൊക്കെ മേയുന്നത്.
വളരെ പെട്ടെന്ന് ജലാശയത്തിലൊരു അനക്കം കണ്ട് എല്ലാവരും നോക്കിയപ്പോൾ ഒരു മുതല നമ്മുടെ ബോട്ടിന് നേരെ നീന്തി വരുന്നതാണ് കണ്ടത്. ഫസ്റ്റ് സൈറ്റിൽ അത് ഒരു മുതലയോട് സാമീപ്യം തോന്നിയെങ്കിലും പിന്നീട് നമുക്ക് മനസ്സിലായി അതൊരു കാട്ടുപന്നിയാണ്, ഒരു വൈൽഡ് ബോറാണത്. അത് നീന്തി മറുകരയിലേക്ക് പോവുകയായിരുന്നു. പക്ഷേ നമ്മുടെ ബോട്ടിന് നേരെ വന്ന കാരണം, ബോട്ടിൻ്റെ ശബ്ദം കാരണം അത് തിരിഞ്ഞ് ഡയറക്ഷൻ മാറിപ്പോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. അങ്ങനെ അവസാനമായിട്ട് ഞങ്ങൾ ഒരു ആനയും കണ്ടു. ഒരാനയല്ല, നിങ്ങളിപ്പോൾ കാണുന്ന ആനയുടെ പുറകിലായിട്ട് വലിയൊരു ആന കൂടി നിൽപ്പുണ്ട്. അത് സത്യത്തിൽ ആ കുറ്റിക്കാടിന് പുറകിലായിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് വ്യക്തമാകാത്തത്. ഞങ്ങൾ ശരിക്കും പ്രതീക്ഷിച്ചില്ല ഒരു ആനേനെ കാണാൻ പറ്റുമെന്ന്. ഇപ്പോൾ ഒരാനയല്ല, 2 ആന ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ പുറകിലുള്ള വലിയ ആന കുറ്റിക്കാടിന് പുറകിലേക്ക് പോയി. എന്നാലും അതിൻ്റെ ചെറിയ ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നമ്മുടെ കൂടെ വന്ന മറ്റ് ബോട്ട്, അതായത് ജലജ്യോതിയും ജലയാത്രയൊക്കെ ഇവിടെ തമ്പടിച്ചിട്ടുണ്ട്. അതിൽ ചില പാസഞ്ചേഴ്സ് വെള്ളം വയ്ക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു ആ വലിയ ആന കാടിലേക്ക് കയറിയത്. തേക്കടി ബോട്ട് ദുരന്തത്തിൻ്റെ അവശേഷിപ്പുകളൊക്കെ ഇപ്പോഴും ഇവിടെ ഉണ്ട് കേട്ടോ, ഒരു ദുരന്ത സ്മാരകം എന്ന പോലെ. അങ്ങനെ ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ടോപ്പ് ട്രീ റിസോർട്ടിലേക്ക് പോയിട്ടോ. റിസോർട്ടിൽ ചെന്ന ഉടൻ തന്നെ എല്ലാവരും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് പൂളിലേക്ക് ഇറങ്ങി. പൂളിൽ നല്ല രസമായിരുന്നു. ഞങ്ങളൊരു വാട്ടർ ബോളൊക്കെ കളിച്ച് ഒരു 2-3 hours ഞങ്ങൾ അതിനകത്ത് സ്പെൻഡ് ചെയ്തു കേട്ടോ. അങ്ങനെ തേക്കടിയിലുള്ള ഞങ്ങളുടെ ഫസ്റ്റ് ഡേ ഇവൻറ്റ്ഫുള്ളായിട്ടൊരു ഡേ ആയിരുന്നു കേട്ടോ. പാട്ടും ഡാൻസും അന്താക്ഷരിയും ദംഷ്ട്രാസും തേക്കടി ബോട്ടിങ്ങിലുള്ള കാഴ്ചയായിട്ട് വളരെയധികം എൻജോയ് ചെയ്തൊരു ദിവസമാണ് കടന്നുപോയത്. തേക്കടിയിലെ 2ാം ദിവസം ഞങ്ങൾ സത്രം വ്യൂ പോയിൻറ്റിലേക്ക് ഒരു ജീപ്പ് ട്രെക്കിംഗ് ആണ് കേട്ടോ ചെയ്തത്. ആ വീഡിയോസൊക്കെ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിരുന്നു. അത് കാണാത്തവർ തീർച്ചയായും ചാനൽ സന്ദർശിച്ച് ആ വീഡിയോസൊക്കെ കാണാൻ ശ്രമിക്കുക. എന്നിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാമെന്ന പ്രതീക്ഷയിൽ സൈനിങ് ഓഫ്.